വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ വേദി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ വഞ്ചിയൂരിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഞങ്ങൾ വേദി കെട്ടിയിരുന്നത് മെയിൻ റോഡിലല്ല. മെയിൻ റോഡെന്ന് പറയുന്നത് കോടതിയുടെ വശത്തുകൂടി പോകുന്നതാണ് മെയിൻ റോഡ്. ആ മെയിൻ റോഡിന് പാരലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചെറിയ ഒരു ബൈ റോഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതാകട്ടെ ആമയിഴഞ്ചാൻ തോടിൻ്റെ മുകളിൽ സ്ലാബുകൾ നിരത്തിയിട്ടുള്ള ഒരു റോഡാണ്. വലിയ ട്രാഫിക് വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് മെയിൻ റോഡിൽ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഈ ബൈ റോഡിലാണ് പാർക്കിംഗ് എല്ലാം അനുവദിക്കുന്നത്. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ബൈ റോഡ് എന്ന് പറയുന്നത്, ആമയിഴഞ്ചാൻ തോടിന് മുകളിലുള്ള ഈ പ്രദേശം. അപ്പോൾ അവിടെയാണ് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി പൊതുസമ്മേളനത്തിൻ്റെ സ്റ്റേജ് കെട്ടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. അതുമാത്രമല്ല, അന്നത്തെ ദിവസം ജനറൽ ഹോസ്പിറ്റൽ മുതൽ വഞ്ചിയൂർ വരെ വരുന്ന ഭാഗത്ത് സ്മാർട്ട് സിറ്റിയുടെ റോഡ് പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് അന്ന് ട്രാഫിക് വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ആമയിഴഞ്ചാൻ തോടിന് മുകളിലെ ഈ അടുത്ത കാലത്തായിട്ട് സ്ലാബിട്ട് നികത്തിയ സ്ഥലത്ത് സ്റ്റേജ് നിർമ്മിച്ചത്. സാധാരണ നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പൊതുസമ്മേളനങ്ങളും സമരപരിപാടികളുമെല്ലാം ഇങ്ങനെ നടത്താറുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ കോൺഗ്രസ് ഒരു വലിയ സമരം ഈ അടുത്ത കാലത്ത് നടത്തിയിരുന്നു. ഗവൺമെന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ സമരം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ 2 റോഡുകളും അടച്ച് അവിടെ സ്റ്റേജ് നിർമ്മിച്ചിരുന്നു. അവിടെയും പോലീസ് ഒരു കേസെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം ആവശ്യമില്ലാത്ത ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാനും അതുമൊക്കെയായിട്ട് മാത്രമേ അത് ഉപകരിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. എന്താ അല്ല, ഹൈക്കോടതിയിലെ ഇപ്പോൾ പോലീസിനോടാണ് വിവരം ചോദിച്ചിരിക്കുന്നത്. പോലീസ് നിലവിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പോലീസ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അത് കേസിന്റെ ഭാഗമായിട്ട് തന്നെ കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങളിൽ അപ്പോൾ കോടതിയിൽ പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നാലും അത് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരല്പോ പിശക് കാര്യത്തിൽ വന്നു എന്നുള്ളത് വസ്തുതയാണ്. അല്ല, അത് നിശ്ചയമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇനി മേലിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ശ്രദ്ധ പാർട്ടി കൃത്യമായിട്ടത് എടുക്കുന്നതാണ്. മേലിൽ അത് ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും.